നമ്മളൊരു ആൽബം എടുത്തു കഴിഞ്ഞിട്ട് അത് ഏത് ചാനലിലൂടെ പബ്ലിഷ് ചെയ്യണമെന്നുള്ള തീരുമാനം എടുത്തത് ആരായിരുന്നു? അത് നമ്മൾ ഒരുമിച്ച് തന്നെ ആ തീരുമാനിച്ചത്. പിന്നെ ബഡ്ജറ്റ് ലാബിലായിരുന്നു ഞങ്ങൾക്ക് താല്പര്യം കൂടുതൽ. അത് എന്തുകൊണ്ടായിരുന്നു ബഡ്ജറ്റ് ലാബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്തത്? ബഡ്ജറ്റ് ലാബ് ഓൾറെഡി പുതിയ ആൾക്കാരുടെ ഷോർട്ട് ഫിലിമുകളെല്ലാം ഇടുന്ന ഒരു ചാനലാണ്. അപ്പം അത് ഓൾറെഡി നമുക്കറിയാം, കുറച്ച് വർഷങ്ങളായല്ലോ അത്. അപ്പം അവധി തന്നെ ഇടണമെന്നായിരുന്നു താല്പര്യം. അപ്പൊ അവരെ കോണ്ടാക്ട് ചെയ്തപ്പോഴത്തേക്ക് അവരെന്താ നമ്മളോട്? നല്ല റെസ്പോൺസ് ആയിരുന്നു. അപ്പം നിഷാന്ത് സാർ തന്നെ ആദ്യം നല്ല അഭിപ്രായമാണ് കേട്ടിട്ട് ഇഷ്ടപ്പെട്ട് പിന്നെ ആ ചാനലിൽ ഇട്ടു. എന്തായാലും അത് ആളുകൾ സ്വീകരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായി മാറി. നിങ്ങളുടെ പാട്ടിനെ ഇത്രമാത്രം ആളുകൾ സ്വീകരിച്ചു, ഇഷ്ടപ്പെട്ടു. നിലവിൽ വളരെ ഹാപ്പിയാണ്. അടുത്തൊരു സിനിമ ചെയ്യണം എന്നുള്ളതാണ്. സിനിമയുടെ എന്താണ് പ്ലോട്ട്, അല്ലെങ്കിൽ ആരൊക്കെ ആയിരിക്കണം അഭിനയിക്കുന്നത്, ഇതെല്ലാം തീരുമാനമായോ? ഓൾറെഡി ഒരു 5-6 സ്ക്രിപ്റ്റ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ജിനു ഉണ്ടോ സംവിധായക അഭിനയിക്കാനായിട്ട്? തീർച്ചയായിട്ടും ഉണ്ട്. ഭാവിയിൽ ഒരു പ്രൊഡ്യൂസർ ആകുമോ, സിനിമ നടിയാകുമോ എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? എനിക്കൊന്ന് പ്രൊഡക്ഷനാണ് കൂടുതലും എനിക്കിഷ്ടം. പിന്നെ സിനിമയുടെ ഏതൊരു പാർട്ടാവാനും നമുക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഇന്ന പാർട്ടെന്നല്ല, അതിൽ ഏതെങ്കിലും ഒരു പാർട്ടാവാം. പിന്നെ എനിക്കിപ്പോൾ ക്യാമറ ചെയ്യണമെന്ന് വിചാരിച്ചാൽ എനിക്ക് പറ്റില്ല, കാര്യം എനിക്കറിയില്ല. എഡിറ്റിംഗ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ എനിക്ക് പറ്റില്ല, കാര്യം എനിക്കറിയില്ല. അപ്പം നമുക്ക് പറ്റുന്ന ഏത് പാർട്ടാണോ ആ ഒരു പാർട്ടിൽ നിൽക്കുക ആണ്. അപ്പൊ ഏതായാലും ലവ് യു ബേബിക്ക് എല്ലാവിധ ആശംസകളും. ഇനി അങ്ങോട്ട് തുടർന്ന് ചെയ്യാനിരിക്കുന്നത് നമ്മളുടെ പ്രതിബന്ധങ്ങളൊന്നും ഞങ്ങളെ തളർത്തില്ല, ഞങ്ങൾ പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിക്കുന്ന ഈ മനസ്സിന് എല്ലാവിധ ആശംസകളും. പിന്നെ നിങ്ങളുടെ തുടർന്നുള്ള സംരംഭങ്ങളും എല്ലാം വളരെ വിജയമാകട്ടെ. ലവ് യു ബേബി കാണാത്തവർ കാണട്ടെ, ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അപ്പോൾ ഏതായാലും വിഷിംഗ് ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം.